അസ്സലാമലൈക്കും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മലായ് ചിക്കൻ ടിക്ക വൈറ്റ് ബിരിയാണി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 700 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. ഈ ചിക്കനിലോട്ട് 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ചിക്കനിലോട്ട് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് അരക്കപ്പ് യോഗേർട്ട്, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ചീസും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ആക്കി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. യോഗട്ടിന് പകരം തൈരാണ് എടുക്കുന്നതെങ്കിൽ പുളിയില്ലാതെ തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ ഈ സമയം ഞാൻ ചിക്കനിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കുന്നത് കാണാം. നേരത്തെ വൈറ്റ് സോസ് തയ്യാറാക്കിയപ്പോൾ അതിലൊഴിക്കേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് പോയി കാണിക്കുന്നത് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് 2 സവാള നീളത്തിൽ കഷ്ണങ്ങളാക്കിയത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സവാള ഗോൾഡൻ കളറായ ഇത് കോരി മാറ്റുക. ഈ ഓയിലിൽ നിന്നും അല്പം ഓയിൽ മാറ്റിയതിന് ശേഷം ഇതിലേക്കായിട്ട് 1 കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 6 പച്ചമുളക്, അല്ലെങ്കിൽ വെള്ള കളറിലുള്ള മുളകുണ്ടല്ലോ അതാണെങ്കിൽ അത് മതി, 2 മീഡിയം സൈസിലുള്ള സവാള കഷ്ണങ്ങളാക്കിയത്, 10 കാഷ്യൂനട്ട്. ഇത് ഈ ഓയിലിൽ ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ നിറം മാറരുത് കേട്ടോ. ഇത് വഴറ്റി ഒന്ന് വാടി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി സ്റ്റൗവിലേക്ക് വേറൊരു പാന് വെക്കുക. നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും അല്പം ഓയിൽ ഈ പാനിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ലൈറ്റ് ഗോൾഡൻ കളർ ആയാലും മതി, ഡാർക്ക് ഗോൾഡൻ കളറിലേക്ക് മാറരുത്. 2 വശം ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ദാ ഈ കളറായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിന് ഈ ചിക്കൻ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ചാർക്കോളിൻ്റെ കഷ്ണം വെച്ച് അല്പം ഓയിൽ ഒഴിച്ച് മൂടി വെച്ച് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കും. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവാള, കാഷ്യൂനട്ട്, ഇഞ്ചി, വെളുത്തുള്ളി ആ മിക്സ് ഉണ്ടല്ലോ അത് ഒരു മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. 1 പിടി മല്ലിച്ചപ്പും 1 പിടി പുതിനയിലയും ചേർത്ത് അറിയാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ച് ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി. ഇപ്പോൾ അരച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ബേ ലീഫ്, 4 ഏലക്ക, 2 കഷ്ണം പട്ട, 2 ജാതിപത്രി ഇതൊന്ന് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ചുറ്റിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്കായിട്ട് അല്പം മസാലപ്പൊടി ചേർക്കാനുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ മസാലപ്പൊടി ഈ സോസിലേക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. മസാലപ്പൊടി സോസുമായി നല്ലപോലെ സെറ്റായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1/4 കപ്പ് യോഗട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇതാണ് ഈ ബിരിയാണിയിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് കേട്ടോ. കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം സ്റ്റൗവിലേക്കായിട്ട് വെക്കാം. വെള്ളത്തിന് അത്ര കണക്കൊന്നുമില്ല. ഞാനിവിടെ എടുക്കുന്നത് 2.5 കപ്പ് വൈറ്റ് ബസുമതി റൈസാണ്. ഈ അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്കായിട്ട് 2 ബേ ലീഫ്, 2 ജാതിപത്രി, 5 ഏലക്കായ ചേർത്ത് കൊടുക്കണം. 4 5 പച്ചമുളക്, 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, 1 മുറി നാരങ്ങ ജ്യൂസ്. ഇത് നല്ലപോലെ തന്നെ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ തിളക്കണം. തിളച്ച് ഇലയുടെ നിറം മാറണം കേട്ടോ. മാറിക്കഴിഞ്ഞാൽ ഈ ഇല ഇതിൽ നിന്ന് കോരിയെടുക്കുക. ഇലയും നമ്മൾ ഇട്ട് കൊടുത്ത സ്പൈസസ് എല്ലാതും കൂടെ കോരി മാറ്റണം. അതിനുശേഷമാണ് ഇതിലേക്കായിട്ട് അരി ചേർത്ത് കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 80% വേവായാൽ അരി ഊറ്റി മാറ്റുക. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോറ് ദം ചെയ്യാം. അതിനായിട്ട്
ദം ചെയ്യാനുള്ള പാത്രത്തിനടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് പകുതി റൈസ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി അല്ല, മസാല ഉണ്ടല്ലോ, ആ മസാല ചേർത്ത് കൊടുക്കുക. ഇത് റൈസിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ വെച്ച് കൊടുക്കുക. ആ ചിക്കന്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക. ശേഷം ബാക്കി വന്ന റൈസ് ഉണ്ടല്ലോ, അത് ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ റൈസിന്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ് പുതിന, വളരെ കുറച്ച് മതി. ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ചെമ്പ് മൂടി വെച്ച് ദം ചെയ്യാം. സ്റ്റൗവിലേക്ക് വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്ത് 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ചെമ്പ് തുറന്നാൽ മതി. അപ്പോഴേക്കും ചോറിന്റെ പരിപൂർണ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടാവും. ഇനി ഈ റൈസിലേക്കായിട്ട് ഒരു റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് യോഗട്ടിലേക്ക് അരക്കപ്പ് ചോപ്പ് ചെയ്ത കുക്കുമ്പർ ചേർത്ത് കൊടുക്കുക. പിന്നീട് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത സവാള ചേർക്കുക. 1-2 പച്ചമുളക് എരിവിന്റെ ആവശ്യം പോലെ. 2 ടേബിൾ സ്പൂൺ മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ക്രഷ് ചെയ്തത്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ മലായ് ചിക്കൻ ടിക്ക ബിരിയാണിയിലേക്ക് ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ സാധാരണയായി ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ബിരിയാണി. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമെങ്കിൽ ഫീഡ്ബാക്ക്. അത്രയ്ക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് കേട്ടോ ഇതിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.